സമയം 4:05 കേട്ടോ. പാറു വരാൻ സമയമായി. പാറുവിനെ കൂട്ടാൻ പോകണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. ഉച്ച തൊട്ട് നല്ല ഉറക്കത്തിലായിരുന്നു. എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ പണിയെല്ലാം തീർത്തിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങും. വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, ആരും ഇല്ലാതിരിക്കുമ്പോൾ കുറേ സമയം ഫോൺ കണ്ടു കഴിയുമ്പോൾ ഉറക്കം വരും. പിന്നെ ഞാൻ സ്കൂൾ ബസ് വരുന്നതിന് ഒരു 10 മിനിറ്റ് മുൻപേ ഇവിടെ വന്ന് നിൽക്കും കേട്ടോ. കാരണം ഇങ്ങനെ ആൾക്കാരെയൊക്കെ കാണാമെന്നോർത്ത്. ഇതൊക്കെ എൻ്റെ അടുത്തുള്ള ആളുകളാട്ടോ. ഇവരോടൊക്കെ കുറച്ച് സമയം ഞാൻ സംസാരിച്ച് നിൽക്കും. വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പം പുറത്തിറങ്ങി ആളുകളെ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിന്നപ്പോഴേക്കും പാർവിൻ്റെ സ്കൂൾ ബസ് വന്നു. ഇതിലൂടെ 2-3 സ്കൂൾ ബസ് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഏത് മഞ്ഞക്കളർ കണ്ടേലും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കും, ഞങ്ങളുടെ ആരുടെ കുട്ടിയുടെ ബസ്സാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ഇന്ന് പാറുവിൻ്റെ വണ്ടിയാണ് ആദ്യം വന്നത്. പാറു എന്നെ കണ്ടത് ബസ്സിൽ നിന്ന് ഇറങ്ങി ചാടി വന്നു. പിന്നെ കുറേ കഥകളൊക്കെ പുള്ളിക്ക് എന്നും പറയാനുള്ളത് അതിൻ്റെ തിടുക്കത്തിലായിരുന്നു. ഇന്ന് പരീക്ഷ പേപ്പറൊക്കെ കിട്ടി, അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു പോരുകയായിരുന്നു. പാറുവിൻ്റെ മുഖം കണ്ടപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും പാറുവിൻ്റെ മാർക്ക് എത്രയാണെന്നുള്ളത്. കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. ചേട്ടാ ഇന്ന് പാറുവിനുള്ള സ്നാക്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല, ചായ മാത്രം ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ ഇടുന്ന സമയം കൊണ്ട് കുഞ്ഞൻ കുളിക്കാൻ കയറി. വൈകുന്നേരം തന്നെയാട്ടോ മോൻ കുളിക്കുന്നത്. രാവിലെ മാത്രമേ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാറുള്ളൂ. ഇപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. 8 വയസ്സായി. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാൻ തന്നെയാണ്. പക്ഷേ അവൾ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങളിപ്പം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചായയും മുട്ട ബജിയെല്ലാം എടുത്തു വെച്ചു. മുട്ട ബജി പാറുവിന് ഒത്തിരി ഇഷ്ടമുള്ളതാട്ടോ, ഈ മുളകി മുക്കി ഇങ്ങനെ കഴിക്കാൻ. ഞാൻ ഉച്ചയ്ക്ക് തന്നെ അത് ചൂടോടെ നന്നായിട്ട് കഴിച്ചിരുന്നു. ഇതിപ്പോൾ ഇച്ചിരി തണുത്തുപോയി. ഞാൻ പാറുവിന് ഇങ്ങനെയെല്ലാം കൊടുക്കുന്ന കണ്ടിട്ട് കുശുമ്പ് പിടിച്ച ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അത് വേറെ ആരുമല്ല കേട്ടോ, പൂപ്പിയാണ്. പൂപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാട്ടോ. എൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. ഞാൻ അതിനെ ഒരു പട്ടിക്കുഞ്ഞായിട്ടല്ല കാണുന്നത്, എൻ്റെ ഒരു സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാട്ടോ കാണുന്നത്. എനിക്ക് 30 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ ഇതിനെ വാങ്ങിക്കുന്നത്. അന്ന് തൊട്ടിങ്ങനെ ഞാൻ കൊഞ്ചിച്ചാണ് വളർത്തുന്നത്. ഇടയ്ക്ക് എപ്പോഴോ പൂപ്പിക്കൊരു പാർവ വൈറസ് വന്നു, മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞു. അന്ന് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. പൊന്നു പോലെ നോക്കിയിട്ടാട്ടോ എനിക്ക് തിരിച്ചു കിട്ടിയത്. സമയം കുറേയായി, സന്ധിമിറ്റും അടിക്കുക കേട്ടോ, കാരണം വിളക്ക് കത്തിക്കാൻ സമയമായി. ഇന്ന് ഭയങ്കര വെയിലായിരുന്നു. എൻ്റെ മുറ്റത്ത് മരമൊന്നും ഇല്ലെങ്കിലും നിറച്ച് ഇലകൾ വീഴും കേട്ടോ. എനിക്കിവിടെ ഞാൻ കുറേ റംബൂട്ടാനും ചിക്കുവും മാവും പ്ലാവും എല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും വളർന്നു വന്നിട്ടില്ല, എല്ലാം ബഡാണ്. പതുക്കെ ഇനി ആകുമായിരിക്കും. 3-4 മാസം ആയിട്ടുള്ളൂ നട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഞാൻ പിന്നെ പൂപ്പിനെ കുളിപ്പിച്ചു, പെട്ടെന്ന് കൂട്ടിലാക്കി. ഇവന് കൂടുണ്ടെങ്കിലും ഇവൻ എപ്പോഴും എൻ്റെ കൂടെ തിണ്ണെ തന്നെയാട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് കയറി കുളിക്കേണ്ടതുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ പാറുവിനെ പഠിക്കാനിരുത്തി കേട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസത്തെ വൈകുന്നേരം. താങ്ക്